Good evening, everybody. സംസ്കൃതിയുടെ UGC ജനറൽ പേപ്പർ 1 ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസിലോട്ട് കടന്നാലോ? റെഡി ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. Dash refers to the processes that allow us to guide, regulate, and supervise our own learning activities, that is, knowing how to learn and how and when to use a series of strategies to regulate our behavior. Options are 1. Sensory motor skills, 2. Metacognitive skills, 3. Affectional skills, 4. Cognitive skills. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ക്വസ്റ്റ്യൻ ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കൂ. അലോ അസ് ടു ഗൈഡ്, ഒന്ന് അത് നോക്കണം. അലോ അസ് ടു ഗൈഡ് എന്നുള്ളതാണ്. പിന്നെ അവർ ഓൺ ലേണിംഗ് ആക്ടിവിറ്റീസ്, ദാറ്റ് ഈസ് നോയിങ് ഹൗ ടു ലേൺ, ഹൗ ടു ഡു, വാട്ട് ടു ഡു എന്നുള്ളത്. റെഗുലേറ്റ് അവർ ഓൺ ബിഹേവിയർ, അതിലെന്താണ് വരിക? കഴിഞ്ഞ ക്ലാസ്സുകളിൽ, കഴിഞ്ഞ സെഷൻസിലായിട്ട് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്? മെറ്റാകോഗ്നിറ്റീവ് സ്കിൽസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. കാരണം എന്താണ്? മെറ്റ എന്നുള്ള വേർഡിന്റെ മീനിങ് തന്നെ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, കോഗ്നിറ്റീവ് മീൻസ് നമ്മുടെ തോട്ട് പ്രോസസ്, നമ്മുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റീസ് ഒക്കെയാണ് കോഗ്നിറ്റീവ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെറ്റ എന്നുള്ളത് കൊണ്ട് എന്താണ്? നമ്മൾ തന്നെ അതിനെ കൺട്രോൾ ചെയ്യുക, നമ്മൾ അതിനെ അറിയുക എന്നുള്ളതിനെയൊക്കെയാണ് മെറ്റ എന്നുള്ള വേർഡ് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താ? നമ്മുടെ തോട്ട് പ്രോസസ്സിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവുന്നതിനെയാണ് എന്ത്? മെറ്റാകോഗ്നിറ്റീവ് സ്കിൽസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ലേണിംഗ് ആക്ടിവിറ്റീസിനെ നമ്മൾ തന്നെ റെഗുലേറ്റ് ചെയ്യും, അതിനെ മെറ്റാകോഗ്നിറ്റീവ് സ്കിൽസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. ഓക്കെ, മെറ്റാകോഗ്നിറ്റീവ് സ്കിൽസിനെ നമ്മൾ 3 കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ പ്ലാനിങ്, ദെൻ മോണിറ്ററിങ് ആൻഡ് ദെൻ ഇവാലുവേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1. ഇൻ എ ലേണിംഗ് ഓർഗനൈസേഷൻ, the learning of teachers, their professional development, and the learning of the children, their education are inevitably complementary and mutually reinforcing. Statement 2. Intrapersonal intelligence does not involve understanding the inner world of emotions and thoughts and developing the ability to control and consciously work with them. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓപ്ഷൻ എ, both statement 1 and 2 are correct. Option B, statement 1 and 2 are incorrect. Option C, statement 1 is correct. Option D, statement 2 is correct. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണോ? അല്ലല്ലോ, കാരണം നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് നോക്കൂ. In a learning organization, learning of teachers, their professional development, learning of children, their education are inevitably complementary and mutually reinforcing. ടീച്ചിങ്ങും ലേണിങ്ങും മ്യൂച്വലി കോംപ്ലിമെന്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലേ? അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 നോക്കൂ. ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ഡസ് നോട്ട് ഇൻവോൾവ് അണ്ടർസ്റ്റാൻഡിങ് ദ ഇന്നർ വേൾഡ് ഓഫ് ഇമോഷൻസ്. എന്താണ് ഇൻട്രാപേഴ്സണൽ എന്ന് വെച്ചാൽ? എന്താ? വിത്തിൻ ആണ്. ഓക്കെ, ഇൻട്രാപേഴ്സണൽ നമ്മളെ വിത്തിൻ ആണ് ഇൻട്രാപേഴ്സണൽ. അപ്പോ ഡസ് നോട്ട് ഇൻവോൾവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇന്നർ വേൾഡ് ഓഫ് ഇമോഷൻസ് എന്നുള്ളത് തെറ്റാണ്. ഇന്റർപേഴ്സണൽ എന്താണ്? 2 വ്യക്തികൾ തമ്മിലുള്ള ഇടയിലുള്ള ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഇന്റർപേഴ്സണൽ എന്ന് പറയാം. ഇൻട്രാപേഴ്സണൽ എന്താണ്? വിത്തിൻ എ ഇൻഡിവിജ്വൽ ആണ്. ഓക്കെ, അപ്പോ ഡസ് നോട്ട് ഇൻവോൾവ് എന്നുള്ളത് റോങ് ആണ്. അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Assertion. Choice-based credit system, CBCS, allows flexibility in education systems so that students, depending upon their interests and needs, can choose interdisciplinary, intradisciplinary, and skill-based courses. Reason: in Indian higher education institutions, there is no provisions for flexibility for students to study the subjects or courses of their choice and their mobility to different institutions. Option A, assertion is correct, but reason is not correct. Option B, assertion is not correct, but reason is correct. Option C, both A and R are correct, but R is the correct explanation of A. Option D, both A and R are correct, but R is not the correct explanation of A. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? A കറക്റ്റ് ആണോ? അസേർഷൻ കറക്റ്റ് ആണോ? റോങ് ആണോ? പറയോ. CBCS കറക്റ്റ് ആണ്. ഓക്കെ, ഇനി റീസൺ കറക്റ്റ് ആണോ നോക്കൂ.
റീസൺ തെറ്റാണ്. റീസൺ കറക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ CBCS എന്താ ഫോളോ ചെയ്യാനുള്ള കാരണം. ഫോളോ ചെയ്യണം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റി കുറവായതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ എന്താണ് ഒരു കോളേജിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കോഴ്സിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്കോ ഒരു കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്കോ മാറുമ്പോൾ നമ്മുടെ എന്താണ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ആവുമ്പോൾ നമുക്കൊരു ക്രെഡിറ്റ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്രെഡിറ്റ് ബാങ്കില് നമ്മൾ എന്താണ് നമ്മുടെ ക്രെഡിറ്റ് നമ്മൾ പഠിച്ച ഓരോ കോഴ്സിന്റെയും ക്രെഡിറ്റ് നമുക്ക് അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ അല്ലെങ്കിൽ ഓരോ കോഴ്സോ മാറുമ്പോഴും എന്താണ് നമ്മുടെ ഒരു ഡിഗ്രി എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു കോഴ്സ് എന്നുള്ള ഒരു 3-4 വർഷത്തെ ഒരു പ്രാക്ടീസ് മാത്രമല്ലാതെ എന്താണ് നമ്മൾ എന്തൊക്കെ സ്കിൽ അക്വയർ ചെയ്തു, എന്തൊക്കെ കോഴ്സസ് അക്വയർ ചെയ്തു എന്നുള്ളതിനെ ആണ് കൂടുതലായിട്ടും CBCSൽ അളക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ റീസണും കറക്റ്റ് ആണ്. അപ്പൊ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Again an assertion reason question ആണ്. Assertion is teaching is different from instruction and training. Reason, both instruction and training are directed at a lower order cognitive interchanges. Options are both A and R are correct and R is the correct explanation of A. Option B, both A and R are correct but R is not the correct explanation of A. C, A is correct but R is incorrect. D, A is incorrect but R is correct. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള അസേർഷൻ ആണോ റീസൺ ആണോ കറക്റ്റ്? രണ്ടും കറക്റ്റ് ആണോ? പെട്ടെന്ന് പറയൂ. ഓപ്ഷൻ ബി കറക്റ്റ്. ഓപ്ഷൻ ബി ആണ്. എ കറക്റ്റ് ആണല്ലോ. അതെ. ഓക്കെ, ഇനി റീസൺ കറക്റ്റ് ആണോ എന്ന് നോക്കൂ. ഇപ്പൊ ഡി എന്നുള്ള ആൻസർ നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ബി ബി രണ്ടും കറക്റ്റ് അല്ലേ? രണ്ടും കറക്റ്റ് ആണ്. ഇനി ഏതാണ് അതിന്റെ ബി ആണോ? നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഓപ്ഷൻ എ അല്ലേ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗൈൻ CBCS ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഹാസ് കോഴ്സസ് ദാറ്റ് ആർ ഓപ്ഷൻ എ interdisciplinary, ഓപ്ഷൻ ബി intradisciplinary, ഓപ്ഷൻ സി സ്കിൽ ഓറിയന്റഡ് പേപ്പേഴ്സ്, ഓപ്ഷൻ ഡി വൊക്കേഷണൽ കോഴ്സസ്. ഏതാണ് കറക്റ്റ്? ഏതൊക്കെ വരും? ഓപ്ഷൻ സി വരും. സി വരും. എ വരും. ഡി വരും. വൊക്കേഷണൽ കോഴ്സസ്. വൊക്കേഷണൽ കോഴ്സസ് വരുന്നില്ലല്ലോ. സ്കിൽ എൻഹാൻസ്മെന്റും എബിലിറ്റി എൻഹാൻസ്മെന്റ് ഒക്കെയാണ് വരുന്നത്. വൊക്കേഷണലും പ്രൊഫഷണലും കോഴ്സസ് വരുന്നില്ലല്ലോ. അപ്പൊ എ ബി ആൻഡ് സി ഇന്റർഡിസിപ്ലിനറി വരുന്നുണ്ട്, ഇൻട്രാഡിസിപ്ലിനറി വരുന്നുണ്ട്, സ്കിൽ ഓറിയന്റഡ് പേപ്പേഴ്സും CBCSൽ വരുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The core element of CBCS system is option A student autonomy, option B effective quality, option C teaching standards, option D minimizing students stress. ഓപ്ഷൻ ഡി. നമ്മൾ CBCSന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്താണ്? ഏത് അപ്രോച്ച് ആണ് CBCS? ഓപ്ഷൻ എ ആണ് സ്റ്റുഡന്റ് ഓട്ടോണമി. കാരണം സ്റ്റുഡന്റ് സെൻട്രിക് ആയിട്ടുള്ള അപ്രോച്ച് ആണ് CBCS പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല ഫ്ലെക്സിബിലിറ്റി ആണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റുഡന്റ് ഓട്ടോണമി ആണ് CBCSന്റെ കോർ ആയിട്ടുള്ള എലമെന്റ്. ഓക്കെ, ഇനി അഗെയിൻ അസേർഷൻ റീസൺ ആണ്. അസേർഷൻ, ഫ്ലിപ്ഡ് ക്ലാസ് റൂം ഈസ് ലേണർ സെൻട്രിക്. റീസൺ, സ്റ്റുഡൻസ് ലേൺ കോൺസെപ്റ്റ്സ് ത്രൂ വീഡിയോസ് ആൻഡ് ഇൻ ക്ലാസ് റൂം guided discussions and problem solving is done in face to face mode. Option A and R are correct. Then ഏതാണ് കറക്റ്റ്? റീസൺ ആണോ എന്താണ് പറയൂ? ഓപ്ഷൻ ശരിയല്ലേ? ശരിയാണ്, രണ്ടും ശരിയാണ്. അസേർഷനും റീസണും കറക്റ്റ് ആണ്. ഇനി റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ആണോ? കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഫ്ലിപ്ഡ് ക്ലാസ് റൂമിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് എന്താണ്?
അവിടെ റോൾസ് പലപ്പോഴും ഫ്ലിപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ എന്താണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂമിൽ മെറ്റീരിയൽസ് നമ്മൾ ക്ലാസ് ഒരു ചാപ്റ്റർ എടുക്കുന്നതിന്റെ മുന്നേ മെറ്റീരിയൽസ് കൊടുത്ത് അവരതിനെ കുറിച്ച് വായിച്ച് വന്ന ഒരു ഡിസ്കഷൻസും ഒരു റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഫ്ലിപ്ഡ് ക്ലാസ് റൂമിൽ ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദീസ് ആർ ലൈവ് പോളിംഗ് ടൂൾസ്? ഓപ്ഷൻ നമ്പേഴ്സ് ഇട്ടത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, നിങ്ങൾ അത് ശ്രദ്ധിക്കണ്ട. നിങ്ങൾ ഇതിൽ ഏതൊക്കെയാണ് ലൈവ് പോളിംഗ് ടൂൾസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഏതൊക്കെയാണ് ലൈവ് പോളിംഗ് ടൂൾസ് ഇതിൽ നോക്കാം. ഫസ്റ്റ് വൺ, സ്ലൈഡ്സ് വിത്ത് ഫ്രണ്ട്സ്, ആഹാ സ്ലൈഡ്സ്, കഹൂട്ട്, വിവോക്സ്, പോൾ എവ്രിവെയർ, ക്വിസ്ലെറ്റ്, ക്വിസിസ്. ഇതിൽ ഏതൊക്കെയാണ് ലൈവ് പോളിംഗ് ടൂൾസ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു വലിയ ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷണൽ ടൂൾസിനെ കുറിച്ചിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, മൈൻഡ് മാപ്പിംഗ് ടൂൾസ് നോക്കിയിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ ടൂൾസ് നോക്കിയിട്ടുണ്ടായിരുന്നു, ലൈവ് പോളിംഗ് ടൂൾസ് നോക്കിയിട്ടുണ്ടായിരുന്നു, മാത്തമാറ്റിക്കൽ ടൂൾസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏതൊക്കെയാണ് ലൈവ് പോളിംഗ് ടൂൾസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഏതൊക്കെ വരും? ഓക്കെ, പറയൂ, ഏതൊക്കെ വരും? സ്ലൈഡ്സ് ഒരു ലൈവ് പോളിംഗ് ടൂൾ ആണ്. ഓക്കെ, അത് നമ്മള് ചിലത് നമുക്ക് പേര് കേട്ട് ഗസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എന്താണ്, നമ്മൾ ജസ്റ്റ് എല്ലാതൊക്കെ ഒന്ന് വായിച്ചു വെക്കുക. ഓക്കെ, ഓരോന്നിന്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇനി ഏത് വരും? ആഹാ സ്ലൈഡ്സ് എന്നുള്ളത് ഒരു ലൈവ് പോളിംഗ് ടൂൾ ആണ്. പിന്നെ പോൾ എവ്രിവെയർ, അത് നമുക്ക് ഗസ് ചെയ്യാൻ വേണ്ടി പറ്റും. പോൾ എവ്രിവെയർ ഒരു ലൈവ് പോളിംഗ് ടൂൾ ആണ്. വിവോക്സ് ലൈവ് പോളിംഗ് ടൂൾ ആണ്. ഓക്കെ, ക്വിസ്ലെറ്റും ക്വിസിസും ലൈവ് പോളിംഗ് ടൂൾസ് അല്ല. ക്വിസ് മേക്കിങ്ങും ഓൺലൈൻ ആയിട്ടുള്ള ടൂൾസ് ആണ്. കഹൂട്ടും ലൈവ് പോളിംഗ് ടൂൾസ് അല്ല, ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കഹൂട്ട് എന്നുള്ളത്. പക്ഷെ അതൊരു ലൈവ് പോളിംഗ് ടൂൾ അല്ല. ഓക്കെ, ഈ പേരുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Google Expeditions, Google Earth, Nearpod, Skype in the Classroom, Zooniverse, Virbela, Second Life, Minecraft, NASA's Eyes, Explore.org are examples of 1. Online education tools, 2. Virtual field trips, game-based learning apps, and 4th one, live poll apps. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാ പറഞ്ഞത്? ക്ലിയർ ആയില്ല? ഓൺലൈൻ എഡ്യൂക്കേഷണൽ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. പക്ഷേ നിങ്ങൾ നോക്കൂ, ഗൂഗിൾ എർത്ത്, സൂണിവേഴ്സ്, നാസാസ് ഐസ് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ, ഗൂഗിൾ എക്സ്പെഡിഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? വെർച്വൽ ഫീൽഡ് ട്രിപ്സ് ആണ്. അത് മാപ്പ്, വെർച്വൽ ആയിട്ടുള്ള മാപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ടൂൾസ് ആണ് ഇതെല്ലാം. ഓക്കെ, അപ്പൊ വെർച്വൽ ഫീൽഡ് ട്രിപ്പ് ടൂൾസ് ആണ് മെയിൻലി. അത് നമുക്ക് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് മാത്രം. ഓക്കെ, ഈ പേരുകളെല്ലാം ഒന്ന് നോട്ട് ചെയ്തൊക്കെ. ഗൂഗിൾ എക്സ്പെഡിഷൻസ്, ഗൂഗിൾ എർത്ത്, നിയർപോഡ്, സ്കൈപ്പ് ഇൻ ദ ക്ലാസ് റൂം, സൂണിവേഴ്സ്, സെക്കൻഡ് ലൈഫ്, മൈൻക്രാഫ്റ്റ്, നാസാസ് ഐസ് എല്ലാം എന്താണ്? വെർച്വൽ ഫീൽഡ് ട്രിപ്പ് ടൂൾസ് ആണ്. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Dash is a presentation software to create interactive and visually appealing presentations. Option 1, Flipgrid. Option 2, Prezi. Option 3, Padlet. Option 4, Canva. Again, educational tools എന്നാണ്, instructional tools എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ? ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ 2 Prezi ആണ് ഇത് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യാൻവ, പാഡ്ലെറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ 2 Prezi ആണ് ഇതില് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ക്യാൻവ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ്. ഇനി ഫ്ലിപ്ഗ്രിഡ് എന്താണെന്ന് നോക്കാം. Flipgrid is a video discussion platform that allows users to record and share short videos. Okay, ഇനി എന്താണ് Padlet? It's an educational technology providing cloud-based software as service, hosting real-time collaborative web platforms. Okay. ഇനി നെക്സ്റ്റ് വൺ, ക്യാൻവ നമുക്ക് മുന്നേ അറിയാലോ അല്ലെ, ഗ്രാഫിക് ടൂൾ ആണ് ക്യാൻവ. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം.
What provides a structured learning management, course delivery, assessment, and tracking progress, and has collaboration features but more limited? Okay, option 1, MOOC. MOOC എന്താണ്? Massive Open Online Courses. Then second one, Swayam. Third one, LMS. Fourth one, Flipped Classroom. ഇതിൽ ഏതിന്റെ ഡെഫിനിഷൻ ആണ് ഈ ക്വസ്റ്റ്യൻ എന്നുള്ളത് നോക്കിയാൽ മതി. LMS ആണ് മിസ്സേ. LMS എന്താണ്? ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. യെസ്, കറക്റ്റ് ആണ്. ഇതെന്താണ്? LMS എന്താണ്? ഇറ്റ്സ് എ സ്ട്രക്ചേർഡ് ലേണിംഗ് മാനേജ്മെന്റ്, കോഴ്സ് ഡെലിവറി, അസസ്മെന്റ് ആൻഡ് ട്രാക്കിംഗ് പ്രോഗ്രസ് ആണ്. ആൻഡ് ഇറ്റ് ഹാസ് കൊളാബറേഷൻ ഫീച്ചേഴ്സ് ബട്ട് മോർ ലിമിറ്റഡ്. ഓക്കെ, അതാണ് എന്ത്? LMS. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The next one, statement 1. Linear test involves a full-length examination in which computer selects different questions for individuals without consideration of their performance level. Statement 2. Adaptive test involves the computer selecting the range of questions based on performance level of individual. The questions are taken from a very large pool of possible questions categorized by content and difficulty. Option A, only statement 1 is correct. Option B, only statement 2 is correct. Option C, both are incorrect. And option D, both are correct. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? സ്റ്റേറ്റ്മെന്റ് 1 നോക്കൂ, ലീനിയർ. Option D. Option D, both are correct. Very good. Both of the test statements are correct. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ലീനിയർ ടെസ്റ്റ്. എന്താണ്? ഇറ്റ്സ് എ എക്സാമിനേഷൻ ഓർ ഇറ്റ്സ് എ ടെസ്റ്റ് ഇൻ വിച്ച് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. കമ്പ്യൂട്ടർ സെലക്ട്സ് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ഫോർ ഇൻഡിവിജ്വൽ വിത്തൗട്ട് കൺസിഡറേഷൻ ഓഫ് ദെയർ പെർഫോമൻസ് ലെവൽ. എല്ലാ ഇൻഡിവിജ്വൽസിനും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന് എല്ലാവർക്കും ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നതാണ് എന്ത്? ലീനിയർ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് അഡാപ്റ്റീവ് ടെസ്റ്റ്? എന്താണ്? ഓരോ ഇൻഡിവിജ്വൽസിന്റെയും കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഡിഫിക്കൽറ്റി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നതാണ്. അതും ആരാണ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുന്നത്? ആരാണ്? കമ്പ്യൂട്ടർ ആണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഡിഫിക്കൽറ്റി ലെവലും സെലക്ട് ചെയ്യുന്നത്. അതാണ് അഡാപ്റ്റീവ് ടെസ്റ്റ് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഫസ്റ്റ് ലിസ്റ്റിലുള്ള ടൈപ്സ് ഓഫ് ലേണിംഗ് ആണ്. ഫസ്റ്റ് വൺ ഫാക്ച്വൽ ലേണിംഗ്, സെക്കൻഡ് വൺ അസോസിയേഷൻ ലേണിംഗ്, തേർഡ് വൺ കോൺസെപ്ച്വൽ ലേണിംഗ്, ഫോർത്ത് വൺ പ്രൊസീജിയറൽ ലേണിംഗ്. And their descriptions are: option A, logically organized information; option B, personality development and thinking capacity; option C, organized activities to achieve a goal; option D, accurate information processing. ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നത്? 1B. 1B, factual learning, personality development and thinking capacity. Then associationൽ എന്താണ് വരിക? അസോസിയേഷൻ നമുക്ക് മനസ്സിലാവുന്നില്ല. കോൺസെപ്ച്വലിൽ എന്തായിരിക്കും വരിക? കോൺസെപ്ച്വലിൽ ലോജിക്കലി ഓർഗനൈസ്ഡ് ഇൻഫർമേഷൻ. വെരി ഗുഡ്. ദെൻ പ്രൊസീജിയറിൽ ഏതായിരിക്കും വരിക? Accurate information processing. ഇത് അസോസിയേഷൻ ലേണിംഗിലാണ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് വരിക. പ്രൊസീജിയറിൽ എന്താണ് വരിക? ഓർഗനൈസ്ഡ് ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പൊ ഫാക്ച്വൽ ലേണിംഗിൽ എന്താണ്? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് തിങ്കിങ് കപ്പാസിറ്റി ആണ് വരുന്നത്. അസോസിയേഷൻ ലേണിംഗിൽ എന്താണ് വരുന്നത്? ആക്യുറേറ്റ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആണ്. കോൺസെപ്ച്വൽ ലേണിംഗിൽ ലോജിക്കലി ഓർഗനൈസ്ഡ് ഇൻഫർമേഷൻ ആണ്. പ്രൊസീജിയറൽ ലേണിംഗിൽ എന്താ വരുന്നത്? ഓർഗനൈസ്ഡ് ആക്ടിവിറ്റീസ് ടു അച്ചീവ് a specific goal. Okay, hope you're clear. Moving on to the next one. The operational sequence of the cyclical phase or sub-process of self-regulated learning model proposed by Zimmerman includes, okay, option A, task analysis, not options, in fact, task analysis; B, self-motivation beliefs; C, self-control; D, self-observation; E, self-judgment; F, self-reaction. ഇതിനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാക്കണം. ഓക്കെ, സിമ്മർമാൻ എന്നുള്ള തിയറിസ്റ്റ് പ്രപ്പോസ് ചെയ്ത സെൽഫ് റെഗുലേറ്റഡ് ലേണിംഗ് മോഡലിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യണം. ഇതിൽ ഏതായിരിക്കും ഫസ്റ്റ് വൺ വരിക? D. ആദ്യം ഏതാണ് വരിക? D, self observation. സെൽഫ് ഒബ്സർവേഷൻ അല്ല ഫസ്റ്റ് വരുന്നത്. ടാസ്ക് അനാലിസിസ് ആണ്. ടാസ്ക് അനാലിസിസ് ആണ് ആദ്യം വരിക. ദെൻ
സെക്കൻഡ് സെൽഫ് മോട്ടിവേഷൻ ബിലീഫ്സ് ആണ് വരുന്നത്. ദെൻ തേർഡ് വൺ സെൽഫ് ഒബ്സർവേഷൻ സെൽഫ് കൺട്രോൾ ആണ് വരുന്നത്. ഫോർത്ത് വൺ ആണ് സെൽഫ് ഒബ്സർവേഷൻ. ദെൻ സെൽഫ് ജഡ്ജ്മെന്റ് റിയാക്ഷൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് എന്താണ് സിമർമാൻ പ്രപ്പോസ് ചെയ്ത സെൽഫ് റെഗുലേറ്റഡ് ലേണിംഗ് മോഡൽ ഏതാണെന്നുള്ളതൊന്ന് നോക്കുകയും ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ് ആ മോഡലിൽ വരുന്നത്, എന്താണ് ടാസ്ക് അനാലിസിസ്, ദെൻ സെൽഫ് മോട്ടിവേറ്റഡ് ബിലീഫ്സ്, ദെൻ സെൽഫ് കൺട്രോൾ, സെൽഫ് ഒബ്സർവേഷൻ, സെൽഫ് ജഡ്ജ്മെന്റ് ആൻഡ് ഫൈനലി സെൽഫ് റിയാക്ഷൻ. ഓക്കെ, പ്രപ്പോസ്ഡ് ബൈ സിമർമാൻ. ഓക്കെ.